ഹലോ മക്കളെ, അപ്പോൾ ഇതാ നമ്മുടെ എക്സാമിന് കാര്യമായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് നൗൺ. നൗണിൽ മെയിനായിട്ട് നമ്മുടെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നൗൺ എന്താണ്, കളക്റ്റീവ് നൗൺ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. നൗൺ അല്ലെങ്കിൽ നെയിമിംഗ് വേർഡ്സ് ആസ് ദ നെയിം സജസ്റ്റ്, ആ നെയിമിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്താണ്, ഓരോ സംഭവങ്ങളുടെ പേരാണ്. ഓക്കെ, ഒരാളുടെ പേരായിക്കോട്ടെ, ഒരു സ്ഥലത്തിൻ്റെ പേരായിക്കോട്ടെ, ഒരു സാധനത്തിൻ്റെ പേരായിക്കോട്ടെ, ഒരു ഓക്യുപ്പേഷൻ്റെ പേരായിക്കോട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്സിൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. അപ്പോൾ ഈ ശ്രീലക്ഷ്മി എന്താണ്, ഒരു നൗണാണ്. ഓക്കെ, അപ്പം മിസ് ഒരു ടീച്ചറാണല്ലോ, അപ്പോൾ ടീച്ചർ എന്നുള്ളതും എന്താണ്, ഒരു നൗണാണ്. അപ്പോൾ മിസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പെൻ എന്താണ്, നൗണാണ്. ഇതിപ്പോൾ ആപ്പിളിൻ്റെ നമ്മൾ ഐ പെൻസിൽ എന്ന് പറഞ്ഞാലും അതെന്താണ്, നൗണാണ്. ഓക്കെ, അപ്പോൾ നൗണിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് അമ്മു, താജ്മഹൽ, മൗണ്ടൻ, ടേബിൾ, ഹാപ്പിനെസ്, ഗോൾഡ്, ഫർണിച്ചർ. അപ്പം നമ്മൾ ചുറ്റും കാണുന്ന എല്ലാത്തിൻ്റെയും പേര് അല്ലേ. ഇപ്പം അമ്മു ആയിക്കോട്ടെ, അല്ലെങ്കിൽ താജ്മഹൽ ആയിക്കോട്ടെ. ഇനി താജ്മഹൽ എന്താ, ഒരു മോണ്യുമെൻ്റ് ആണല്ലേ, അപ്പം മോണ്യുമെൻ്റ് ആയിക്കോട്ടെ, അതെന്താണ്, നൗണാണ്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് മിസ് കുറച്ച് സെൻറ്റൻസസ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇതിലെ നെയിമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാം. ഇതാ ഇപ്പോൾ അമ്മു ഇസ് എ ഗുഡ് ഗേൾ, അമ്മു ഒരു നല്ല കുട്ടിയാണ് അല്ലേ. അപ്പോൾ അമ്മു എന്താണ് നമുക്കറിയാം, ഒബ്വിയസ്ലി അമ്മു എന്താണ്, ഒരു നൗണാണ്. അമ്മു ഒരു നെയിമാണ്, ഒരു നെയിമിംഗ് വേർഡാണ്. ഗേൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു നെയിമിംഗ് വേർഡാണ്. ഇനി താജ്മഹൽ ഇസ് എ മോണ്യുമെൻറ്റ്, താജ്മഹൽ എന്താണ്, നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൽ നൗണാണ്. മോണ്യുമെൻറ്റ് എന്ന് പറയുന്നതും നൗണാണ്. ഐ ലവ് മൗണ്ടൻസ്, എനിക്ക് മൗണ്ടൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മൗണ്ടൻസ് എന്താണ്, യെസ്, നൗണാണ്. ഐ ഹാവ് എ ടേബിൾ അറ്റ് ഹോം, എൻ്റെ വീട്ടിൽ എന്തുണ്ട്, ടേബിൾ ഉണ്ട്. അപ്പോൾ ടേബിളും ഹോമും നൗണാണ്. അപ്പോൾ ഇതേപോലെ ഫൈൻ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദി ഗിവൻ സെൻറ്റൻസസ്. അപ്പോൾ ഈ സെൻറ്റൻസസിന് നിങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് നെയിമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാം. നോക്കട്ടെ, ദ റോസ് സ്മെൽസ് സ്വീറ്റ് അല്ലേ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള മണമാണ് ആർക്കുള്ളത്, റോസിനുള്ളത്. അപ്പം നെയിമിംഗ് വേർഡ് എന്താണ്, റോസ് ആണ്. ദ സൺ ഷൈൻസ് ബ്രൈറ്റ് അല്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ട് സണ്ണ് ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഇതിലെ നൗൺ, യെസ്, നമ്മുടെ സണ്ണാണ്. അക്ബർ വാസ് എ ഗ്രേറ്റ് കിങ്, അക്ബർ എങ്ങനത്തെ രാജാവായിരുന്നു, നല്ല അടിപൊളി രാജാവായിരുന്നു. അപ്പോൾ അക്ബർ എന്താണ്, നൗണാണ്. കിങ് എന്താണ്, നൗണാണ്. യെസ്, അപ്പോൾ നമുക്ക് ബേസിക്കലി നൗൺ എന്താണെന്ന് ഒരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ. ഈ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരനല്ല കേട്ടോ. നൗണിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിപ്പോൾ പ്രോപ്പർ നൗൺ ആയിക്കോട്ടെ, കോമൺ നൗൺ ആയിക്കോട്ടെ, കളക്റ്റീവ് നൗൺ ആയിക്കോട്ടെ, എബ്സ്ട്രാക്ട് നൗൺ ആയിക്കോട്ടെ, മെറ്റീരിയൽ നൗൺ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് ഇതൊക്കെ ഞാൻ കാണാപ്പാഠം പഠിക്കണം. ഇതൊന്നും നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞ ഒരാളുടെ പ്രോപ്പർ നെയിമാണ്. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാവുമ്പോൾ അതെന്താണ്, ഒരു പ്രോപ്പർ നൗൺ ആണ്. എന്ന് വെച്ച് ടീച്ചർ എന്നുള്ളത് ഒരു പ്രോപ്പർ നൗൺ അല്ലല്ലോ. ഒരു പ്രോപ്പർ നെയിം വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഒരു പ്രോപ്പർ നൗൺ ആവുന്നത്. ഇപ്പോൾ ശ്രീലക്ഷ്മി ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, ഓക്കെ, എന്താണ്, ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് ഒരു പെർട്ടിക്കുലർ നെയിമാണ്. അപ്പോൾ അതെന്താണ്, പ്രോപ്പർ നൗൺ. കോമൺ നൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീലക്ഷ്മി എന്താണ്, ഒരു സ്ത്രീയാണ് അല്ലേ. അപ്പോൾ വുമൻ ഇൻ ജനറൽ, ഒറ്റ വുമൺ ആണോ ഉള്ളത്, അല്ലേ, ഒരുപാട് സ്ത്രീകളില്ലേ. അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ള സംഭവമാണ്, കോമൺ നൗൺ ആണ്. സിറ്റി, ഒറ്റ സിറ്റി ആണോ ഉള്ളത്, അല്ല, ഒരുപാട് സിറ്റികളുണ്ട് അല്ലേ. ഏതൊക്കെ സിറ്റീനെ വേണമെങ്കിലും നമുക്ക് സിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ അത് കോമൺ നൗൺ ആണ്. സ്റ്റേറ്റ് കോമൺ നൗൺ ആണ്. ടീച്ചർ, നിങ്ങൾക്ക് ഒരു ടീച്ചറിനെ ആണോ അറിയാം, നമുക്ക് ഒരുപാട് ടീച്ചർമാരെ അറിയില്ലേ. അപ്പം അതെന്താണ്, കോമൺ നൗൺ ആണ്. ഓക്കെ, ഇനി വരുന്നതാണ് കളക്റ്റീവ് നൗൺ. നമ്മൾ ഇതിൽ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നൊരു സംഭവം കളക്റ്റീവ് നൗൺ ആണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് എബ്സ്ട്രാക്റ്റ് നൗൺ. അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരാറില്ലേ. അപ്പോൾ ആ സങ്കടം എന്നുള്ളത് ഒരു നൗണാണ്. അപ്പോൾ ഈ നൗൺ എങ്ങനത്തെ നൗണാണ്, ഒരു എബ്സ്ട്രാക്റ്റ് നൗണാണ് അല്ലേ. നമുക്കത് കാണാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്കറിയാം അത് അവിടെ ഉണ്ടെന്ന്. അതൊരു ഫീലിങ്സിൻ്റെ പേരാണെന്ന് നമുക്കറിയാം. അപ്പം അതെന്താണ്, എബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. ഹാപ്പിനെസ് ഒരു എബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. ചിരി അവിടെ ഉണ്ട് അല്ലേ. ചിരി എന്ന് പറയുന്നത് നമ്മൾ ഈ എന്ന് കാണിക്കുന്നതിൻ്റെ പേരല്ലേ. അപ്പം അതെന്താണ്, ലോഫ്റ്റർ എന്താണ്, എബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. നമ്മുടെ ബാല്യകാലം, നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് എന്താണ്, എബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. ഓക്കെ, ഇനി മെറ്റീരിയൽ നൗൺ സാധാരണ ഈ ഗ്രൂപ്പിൽ പറയാറുള്ളതല്ല. പക്ഷെ നമ്മുടെ സാൻഡ് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താ, ഒരു ബേസിക് മെറ്റീരിയൽസ് ആണല്ലേ. നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ബേസിക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മളിത് കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് എന്താണ്, കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ
ഇപ്പോൾ ഒരു ഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഷിപ്പ് എന്ന് വിളിക്കും. ഒരുപാട് ഷിപ്പ് ഒരുമിച്ചുള്ളപ്പോൾ നമ്മൾ ആ ഷിപ്പിൻ്റെ ഒരു കൂട്ടം എന്ന് പറയും അല്ലേ. ആ കൂട്ടത്തിലുള്ള അങ്ങനെ ഒരുപാട് ഷിപ്പുകൾ കൂടി നിൽക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്ന് വിളിക്കും. ഓക്കെ, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഞാനിത് എങ്ങനെ പഠിക്കും? ഞാനിതിപ്പോൾ ഇത് നിങ്ങൾ കാണാപ്പാഠം തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഒരു കൂട്ടം ഷിപ്സിനെ നമ്മൾ എന്ത് പറയും? എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്ന് പറയും. അതേസമയം ഷീപ്പ് ആണെങ്കിലോ, ഷീപ്പും ഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഷിപ്പ് നമുക്കറിയാം കപ്പലാണ്, ഷീപ്പ് ആണെങ്കിലോ ചെമ്മരിയാടാണല്ലേ. അപ്പോൾ ആ collection of sheep എന്താണ്? a flock of sheep. ഓക്കെ, അപ്പോൾ ഷിപ്പ് ആണെങ്കിൽ ഫ്ലീറ്റ് ആണ്, ഷീപ്പ് ആണെങ്കിലോ ഫ്ലോക്ക് ആണ്. ഓക്കെ, ഇനി വൂൾസ് ആണെങ്കിലും ഡോഗ്സ് ആണെങ്കിലും ഇവര് എങ്ങനെ പാക്ക് ആയിട്ടാണ് വരിക. a pack of wolves or a pack of dogs. അപ്പോൾ വൂൾസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. a pack of wolves, a pack of dogs. ഓക്കെ, ഇനി a bunch of keys. ഇപ്പോൾ ചാവിയുടെ ഒരു കൂട്ടമൊക്കെ ഉണ്ടാവും അല്ലേ. ഇടയ്ക്ക് അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ കയ്യിൽ ഒരു കീ ചെയിൻ്റെ മുകളിൽ തന്നെ ഒരു 10-16 ചാവിയൊക്കെ കാണാനുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? a bunch of keys എന്നാണ് പറയുക. എന്താ പറയുക? a bunch of keys. Again ഇത് 2 വർഷം. ഓക്കെ, ഐ തിങ്ക് 2019-ലും 2020-ലും അല്ല 2018-ലും 2020-ലും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് a bunch of keys. മറക്കാതിരിക്കുക, കീസ് വരുമ്പോൾ എന്താണ്? a bunch of keys ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മുടെ ഈ ചാവി തൂക്കിയിട്ട പോലെ തന്നെ വരുന്ന ഒരു സംഭവമാണ് എന്ത്? ഗ്രേപ്സ് അല്ലേ. അപ്പോൾ അതിന് എന്താ പറയുക? a bunch of grapes. ഓക്കെ, a bunch of grapes. ഇനി ബഞ്ച് വരുന്ന വേറൊരു സംഭവമാണ് ഫ്ലവേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? a bunch of flowers എന്ന് വിളിക്കും. അതേപോലെ നമ്മൾ വിളിക്കും a bouquet of flowers. നമ്മൾ മലയാളത്തിൽ ബൊക്ക എന്ന് പറയില്ലേ, അതിൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ബുക്കേ എന്നാണ്. a bouquet of flowers. ഓക്കെ, പിന്നെ ഇനി ഈച്ച, തേനീച്ച, കൊതുക് ഈ സംഭവങ്ങളെയൊക്കെ നമ്മൾ സ്വാം എന്ന് പറയും. a swarm of flies, a swarm of bees, a swarm of mosquito. ഓക്കെ, മസ്കിറ്റോ. അപ്പോൾ ഇതേപോലെ സ്വാം അല്ലാണ്ട് നമ്മൾ ഫ്ലൈസിനെ പറയുന്ന വേറൊരു പേരാണ് ഹേർഡ്. ഓക്കെ, a swarm of flies or a herd of flies, a swarm of mosquitoes and a swarm of bees. ഓക്കെ, അപ്പോൾ ഇനി കുറേ മിസ് ഒരുപാട് പശു അല്ലെങ്കിൽ എരുമ ഒക്കെ വന്നാൽ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ അതിനെ a herd എന്ന് വിളിക്കും. ഓക്കെ, HERD, a herd. a herd of cows, a herd of buffaloes, a herd of cattle. ഓക്കെ, അപ്പോൾ ഹേർഡ്, ഈ ഹേർഡ് തന്നെ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾ എലിഫൻസിനെയും വേണമെങ്കിൽ നമുക്ക് ഹേർഡ് ഓഫ് എലിഫൻസ് എന്ന് പറയാം. പക്ഷെ യൂഷ്വലി എലിഫൻസ് കുറച്ച് ഹൈഫൈവ് ആണല്ലേ. നമ്മുടെ ഈ ഒരു പട്ടാളം പോലെ നല്ല ഗെറ്റപ്പുള്ള ഒരു സംഭവമാണ് നമ്മുടെ എലിഫൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെ എന്തുകൂടെ പറയും? a parade of elephants എന്ന് പറയും. ഓക്കെ, a parade of elephants. ഇനി ഫിഷ് ആണെങ്കിലോ, മീനുകളാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? a school of fish എന്നാണ് പറയാ. എന്താ പറയാ? a school of fish. അപ്പോൾ ലയൺസ് ആവുമ്പോൾ കുറച്ച് അഹങ്കാരികളാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഒരു പൂച്ച ഫാമിലിയിലാവുമ്പോൾ കുറച്ച് അഹങ്കാരം നോർമലാണ്. a pride of lions, a pride of lions. അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുള്ളതെന്ന് നോക്കാം. അപ്പോൾ USS ഏപ്രിൽ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, the woman was attacked by a dash of wolves. അപ്പോൾ wolves നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? a woman was attacked by dash of wolves. അപ്പോൾ wolvesന്റെ ഒരു കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ? വേഗം പറ, എന്താ പറയാ? യെസ്, pack എന്നാണ് പറയാ. a pack of wolves. ഓക്കെ, next question. He kept his dash of keys on the table and walked to the library. അപ്പോൾ ദാ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. end of keys ആണ്. നമ്മൾ ഗ്രേപ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ കൂടെ പറഞ്ഞു end of keys ആണ്. യെസ്, bunch of keys ആണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 2020 ഉണ്ടായിരുന്നു. He took out a dash of keys from his pocket and opened the door. അപ്പോൾ end of keys ആണ്, നമുക്കറിയാം എന്താണ്? bunch of keys ആണ്. യെസ്, അപ്പോൾ ആൻഡ് ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു സ്വാം ആണ് എന്തിന് വരിക? ബീസിന് വരിക, ഹണി ബീസിന് വരിക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫ്ലൈസിന് വരിക, മസ്കിറ്റോസിന് വരിക എന്നൊക്കെ പറഞ്ഞു.
അല്ലേ? അപ്പോൾ ആൻസിനാണ് വരുന്നെങ്കിൽ എന്താണ് വരാറ്? യെസ്, ഇവിടെ നിങ്ങൾ തെറ്റിക്കരുത്. ആൻസിനാണെങ്കിൽ നമ്മൾ എ കോളനി ഓഫ് ആൻസ് എന്നാണ് പറയുക. ആൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ആൻസിൻ്റെ ആ ഒരു വീടിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു ഫുൾ ഒരു കോളനി ആയിട്ടാണ് അവിടെ ജീവിക്കാറ്. അപ്പോൾ കോളനി ഓഫ് ആൻസ് ആണ്. ഇനി ഡാഷ് ഓഫ് ട്രീസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് ഇത് പറഞ്ഞു തരാണ്ടാണല്ലോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക. എന്ത്? ഡാഷ് ഓഫ് ട്രീസ്. ട്രീസ് ഒരുപാട് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഫോറസ്റ്റ് എന്ന് പറയും. അതല്ലാണ്ട് നമ്മൾ എന്താ പറയുക? ഗ്രൂവ് ആണോ, കോളനി ആണോ, ഹേർഡ് ആണോ, ബഞ്ച് ആണോ? ഇറ്റ് ഇസ് ഗ്രൂവ്. എ ഗ്രൂവ് ഓഫ് ട്രീസ്. ഓക്കെ. ഇനി എ കളക്റ്റീവ് നൗൺ ഫോർ എയർപ്ലെയിൻസ്. അപ്പം നമ്മൾ ഷിപ്സിന് എന്താ പഠിച്ചിരുന്നത്? ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാണ് പഠിച്ചിരുന്നത്. എയർപ്ലെയിൻ ആകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എയർപ്ലെയിൻ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക? എ സ്ക്വാഡ്രൺ ഓഫ് എയർപ്ലെയിൻസ്. ഓക്കെ, എയർപ്ലെയിൻസ് ആകുമ്പോൾ എന്താ വരിക? എ സ്ക്വാഡ്രൺ ഓഫ് എയർപ്ലെയിൻസ് എന്നാണ് വരാം. അപ്പോൾ ദാ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ദ ഡാഷ് ഓഫ് ഫിഷ് സ്വാം ഗ്രേസ്ഫുള്ളി. വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഒരു കൂട്ടം മീനുകൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം മീനിനെ നമ്മൾ എന്താ പറയുക? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മിസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മൾ നല്ല അടിപൊളിയായിട്ട് കളക്റ്റീവ് നൗൺസ് പഠിച്ചു എന്ന് പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.